ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകൾ വന്നിരിക്കുന്ന കുറച്ച് കമ്പനികളൊന്ന് നോക്കാം. ആദ്യത്തേത് നാഷണൽ അലുമിനിയം ആണ്. നാഷണൽ അലുമിനിയം നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ ജസ്റ്റ് നോക്കുമ്പോൾ ROC 5 വർഷത്തെ 29.7, അവിടുന്ന് 33ആയി, ഇപ്പം 39ആയി. റിട്ടേൺ ഓൺ ഇക്വിറ്റി 23, 25, 29. ഓക്കെ, ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞും താഴെയാണ്, പകുതിയാണ് നിലവിലെ പി റേഷ്യോ നിൽക്കുന്നത്. ഇതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. 3.29% ആണ് അതിന്റെ ഇപ്പോഴത്തെ ഡിവിഡൻഡ് ഈൽഡ്. ഓക്കെ, നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള നല്ലൊരു കമ്പനിയാണ്. കടം വളരെ കുറവാണ്. ഇൻട്രൻസിക് വാല്യൂവിനെ കഴിഞ്ഞൊക്കെ താഴെ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ബുക്ക് വാല്യൂവിനെ കഴിഞ്ഞും കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് നോക്കാം. കഴിഞ്ഞ ജൂൺ മാസത്തിൽ 3807 കോടിയായിരുന്നു സെയിൽസ്, ടോട്ടൽ സെയിൽസ് എങ്കിൽ അത് 5302 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1478 കോടി, ഇത് 2708 കോടി. നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കൊടുത്തിട്ടുണ്ട്. OPM മാർജിൻ 39% നിന്ന് 51% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 1049 കോടി കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 2003 കോടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1722 കോടിയിൽ നിന്ന് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നല്ല ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. 5.71 EPS 10.91 എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് EPS, നെറ്റ് പ്രോഫിറ്റും EPS-ഉം. ഓക്കെ, നമുക്ക് ഇവരുടെ ജസ്റ്റ് ഫണ്ട് മറ്റേ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് സ്റ്റേബിൾ ആണ്. പിന്നെ FIIസിന്റെ ഹോൾഡിംഗ് കൂടി വരുന്നു. മ്യൂച്വൽ ഫണ്ടിന്റെ ഹോൾഡിംഗ് കുറച്ച് കുറഞ്ഞു വരുവാണ്. ഓക്കെ, പബ്ലിക്കിന്റെ കയ്യിലെ ഹോൾഡിംഗും കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇനി അടുത്ത കമ്പനി ഡിവിസ് ലബോറട്ടറീസ് ആണ്. നമുക്ക് അവരുടെ ഒരു അനാലിസിസ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ROC 5 വർഷം 22, 3 വർഷത്തെ ആവറേജ് 19, ലാസ്റ്റ് വർഷം 21, ROE 16, 14, 16. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഉണ്ട്. ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞ് കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് പി റേഷ്യോ. ഓക്കെ, കടം കുറവാണ്. 1946 ഇൻട്രൻസിക് വാല്യൂ. ഇപ്പം എത്രയാണ്? 8056 മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. 729 നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1255 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ OPM മാർജിൻ 30 നിന്ന് 41 കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 545 കോടിയിൽ നിന്ന് 902 ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. EPS 20 രൂപ 53 പൈസ എന്ന് 33 രൂപ 98 പൈസയായിട്ട് നല്ലൊരു ഗ്രോത്ത്, 50% മുകളിൽ ഒരു ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FIIs കുറച്ച് കൂട്ടി വരുന്നു. മ്യൂച്വൽ ഫണ്ടുകാർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് കുറഞ്ഞു നിൽക്കുന്നു. ഓക്കെ, ഇവരുടെയൊക്കെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഇവരുടെ വന്നിട്ടില്ല തോന്നുന്നു. ഡിവിസിന്റെ വന്നിട്ടില്ല, പക്ഷെ നാഷണൽ അലുമിനിയത്തിന്റെ വന്നിട്ടുണ്ട്. CDSL അടുത്ത CDSL ആണ്. CDSL നമ്മൾ നോക്കുവാണെങ്കിൽ 24, 36, 38, 31. ഓക്കെ, ലാസ്റ്റ് വർഷം കുറച്ച് മോശമായിട്ടാണ് ROC നിൽക്കുന്നത്. ROE 28, 29, 24. ROE-യിലും ചെറിയൊരു പ്രഷർ കാണാനുണ്ട്. പി റേഷ്യോ ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞും കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. കടം വളരെ കുറവാണ്. ഇൻട്രൻസിക് വാല്യൂ 696 ആണ്. ഇപ്പോഴത്തെ റേറ്റ് 1333 ആണ്. നമുക്ക് റിസൾട്ട് നോക്കുവാണെങ്കിൽ 130 നിന്ന് 138 ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. OPM മാർജിൻ ചെറിയൊരു പ്രഷർ വന്നിട്ടുണ്ട്. 50 നിന്ന് 47 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 102 കോടിയിൽ നിന്ന് 118 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. EPS 4.90 പൈസയായിരുന്നു. 5.62 പൈസയായിട്ട് നല്ലൊരു ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FIIs കുറച്ച് കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ചധികം കൂടിയിട്ടുണ്ട്. ഓക്കെ, ഒരു 2% പബ്ലിക്കിന്റെ ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട്. അടുത്ത മുത്തൂറ്റാണ്. മുത്തൂറ്റ് ROC 5 വർഷത്തെ 13, 3 വർഷത്തെ 14, ഇപ്പോഴത്തെ 15. ROE 22, 23, ഇപ്പം 30. ഇൻഡസ്ട്രി പീയുടെ പകുതിയുള്ളൂ ഇപ്പോഴത്തെ PE റേഷ്യോ. പെഗ് റേഷ്യോ വളരെ ഫേവറബിൾ ആണ്. ഓക്കെ, ഇൻഡസ്ട്രി കവറേജ് റേഷ്യോ നോക്കേണ്ട ഫിനാൻസ് കമ്പനിയാണ്. ഇൻട്രൻസിക് വാല്യൂ 4414 ആണെങ്കിൽ അതിനെ കഴിഞ്ഞ് 1000 രൂപയോളം കുറഞ്ഞാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. ബുക്ക് വാല്യൂ 1011 ആണ്. അതിനെ കഴിഞ്ഞ് കുറവായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ROC ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ കമ്പാരിസണിൽ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് ROE ഉള്ള ഒരു കമ്പനിയാണ് മുത്തൂറ്റ് ഫിനാൻസ്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങളുടെ സെൽഫായിട്ടുള്ള അസസ്മെന്റ് ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് അവരുടെ റിസൾട്ട് ഒന്ന് നോക്കാം. 2673 കോടിയിൽ നിന്ന് 3805 കോടിയായിട്ട് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഫിനാൻസിങ് പ്രോഫിറ്റ്. ഓക്കെ, 41 നിന്ന് 44 ഫിനാൻസിങ് മാർജിനും കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 1974 നിന്ന് 2825 കൂടിയിട്ടുണ്ട്. 50 നിന്ന് 69
നമുക്ക് EPS-ഉം കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് ചില സ്റ്റോക്കുകളുടെയൊക്കെ വിലയാണ് ഇവരുടെ EPS എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അടുത്തത് നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ എപ്പോഴും സ്റ്റേബിൾ തന്നെയായിരിക്കും. ഓക്കെ, FIIs കുറച്ച് കുറച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 4.29% മാത്രമാണ് പബ്ലിക്കിന്റെ കയ്യിലുള്ളൂ. അവർ PPT ഒക്കെ വന്നിട്ടുണ്ട്. PPT നോക്കി നിങ്ങൾക്ക് കമ്പനിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റിലേക്ക് ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത APL അപ്പോളോയാണ്. APL അപ്പോളോ അവരുടെ ROC 27, 26, ലാസ്റ്റ് 31. ഇടയ്ക്ക് ഒരു ചെറിയ പ്രഷർ വന്നെങ്കിലും പിന്നെ നന്നായിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. ROE 23, 22, 25. ROE-ലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രി P-നെ കഴിഞ്ഞ് കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. കടം കുറവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. 789 രൂപയാണ് ഇൻട്രൻസിക് വാല്യൂ. 1819 രൂപയാണ് മാർക്കറ്റ് റേറ്റ്. നമുക്ക് ഒരു റിസൾട്ട് ഒന്ന് നോക്കാം. 372 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിന്ന് 411 കോടിയായിട്ടാണ് കൂടിയിരിക്കുന്നത്. OPM മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു വിഷയം, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് ഒരു അല്പം മോശമായിട്ടാണ് കാണുന്നത്. അത് ആ റിസൾട്ട് ഈ രീതി നമ്മൾ നോക്കാതിരുന്നാൽ മതി. കാരണം ആ കമ്പനിയുടെ ഹിസ്റ്ററിയും അങ്ങനെയാണ്. ഓക്കെ, അതിന് മുമ്പുള്ള വർഷം FY25 മാർച്ചിൽ 414 കോടിയാണെങ്കിൽ ജൂണിൽ 372 കോടിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ വിഷയമാണ്. അവർ എപ്പോഴും ടോപ്പ് എപ്പോഴും മാർച്ചിലേക്ക് വരാൻ, റിസൾട്ട് ബെറ്റർ ആയിട്ട് മാർച്ചിലേക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്, FII ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാരും ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കും ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ സ്റ്റേബിൾ ആണ്. അടുത്തത് CDSL ആണ്. അവരുടെ ROC 36, 38, ഇപ്പൊ ലാസ്റ്റ് വർഷം ചെറിയൊരു പ്രശ്നമുണ്ട് 31. ROE 28, 29, ലാസ്റ്റ് വർഷം 24. ഇൻഡസ്ട്രി P-നെ കഴിഞ്ഞും കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. 59 ആണ്. 44 അഗേൻസ്റ്റ് ആയിട്ട് 59 ആയിട്ടാണ് PE റേഷ്യോ ഇപ്പൊ നിൽക്കുന്നത്. കടം നിസ്സാരമേ ഉള്ളൂ. 696 കോടിയാണ് അവരുടെ ഇൻട്രൻസിക് വാല്യൂ. ഓക്കെ, CDSL നമ്മളൊന്ന് നോക്കിയതാണ്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകൾ. ഇനി ബാക്കിയുള്ള റിസൾട്ടുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.